കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഖസീദയാണ് അൽ ഖസീദത്തുൽ മുഹമ്മദിയ്യ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക, തങ്ങളെ വാഴ്ത്തുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ആത്മാവാണ്. അതില്ലെങ്കിൽ ആത്മാവില്ലാത്ത പേടകം മാത്രമാണ്. അപ്പൊ ശരീരത്തിന്റെ ആത്മാവ് ദേഹി, അത് നബി തങ്ങളെ സ്മരിക്കലാണ്. മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. നബി തങ്ങളാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് ചൊരിഞ്ഞ അസംഖ്യം അനുഗ്രഹങ്ങളില്ലേ, അതിൽ ഏറ്റവും മുഖ്യമായ അനുഗ്രഹം ബുറൂസു നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങളെ ഉദയമാണ്, നബി തങ്ങളെ ജനനമാണ്, നബി തങ്ങളെ ജന്മമാണ്. അതിന് ശുക്ർ ചെയ്യലോ ഫർളുൻ അലൽ ഉമമി, അത് സമുദായത്തിന്റെ മേൽ ബാധ്യതയാണ്. അപ്പൊ നബി തങ്ങളെ പറയുക, ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് നബി തങ്ങൾക്ക് ശുക്ർ ചെയ്യലോ, അത് ഉമ്മത്തിന് നിർബന്ധ ബാധ്യതയാണ്. ആ ശുക്ർ എങ്ങനെയാണ് നിർവഹിക്കല്? അവിടത്തെ മദ്ഹ് പറയുക, കേൾക്കുക, ആ പറയുന്നവർക്ക് സമ്മാനം നൽകുക, അതിന് വേദിയൊരുക്കുക. മുഹമ്മദുൻ സീനതു ദുനിയാ വ ബഹ്ജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വൽളുലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിന്റെ പ്രഭയാണ്, അലങ്കാരമാണ്, അതിന്റെ പ്രകാശമാണ്. സർവവേദനകളെയും സർവ പ്രയാസങ്ങളെയും സർവ ദുഃഖങ്ങളെയും നീക്കിക്കളയുന്നയാളാണ്. അതല്ലേ ഒരു പ്രയാസം വരുമ്പോ നമ്മളെ ചുണ്ടിൽ വിരിയുന്നു യാ റസൂലല്ലാഹ്. ഒരു വേദന വരുമ്പോ ഹൃദയം നടുക്കിക്കളയുന്ന വേദനിപ്പിക്കുന്ന പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ വിളിക്കുന്നു യാ നബിയല്ലാഹ്, യാ റസൂലല്ലാഹ്. ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി തങ്ങളെ പറയുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. അതാണ് നമ്മൾ ഇവിടെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ്. സ്നേഹിച്ചാൽ മാത്രം പോരാ, എല്ലാവരെക്കാളും സ്നേഹിക്കണം. നബി തങ്ങളെക്കാൾ പ്രിയപ്പെട്ട ഒരാളുണ്ടാകാൻ പാടില്ല. അത് കാമുകനായാലും കാമുകിയായാലും എന്തു മഹബ്ബായാലും തങ്ങളെക്കാൾ വലിയ ഒരാൾ ഇവിടെ ഇല്ല. ഒരാളോട് സ്നേഹം തോന്നാനുള്ള നിമിത്തങ്ങൾ മൂന്നെണ്ണമാണ് പ്രധാനമായും. ഒന്ന് ശാരീരികമായ സൗന്ദര്യമാണ്, അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. മറ്റൊന്ന് കമാലുഹു, ആന്തരികമായ മികവുകളാണ്, സുന്ദരമായ സ്വഭാവങ്ങളാണ്. ഒരാളെ കൽബിൽ നമുക്ക് ഇടം തേടിത്തരുന്ന കാര്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മൊഴിയാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. 3 കാര്യങ്ങൾ നിന്റെ സഹോദരന്റെ ഹൃദയത്തിൽ നിനക്ക് സവിശേഷമായ ഇടം സമ്പാദിച്ചു തരുന്നതാണ്. 3 കാര്യങ്ങൾ ചെയ്താൽ ഒരാളെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയും. ഒരാളെ സ്നേഹം പിടിച്ചു പറ്റാൻ 3 കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, അയാളെ കണ്ടാൽ ആദ്യമായി അങ്ങോട്ട് സലാം പറയുക, അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങുക. സലാം പറഞ്ഞു തുടങ്ങുന്നയാൾ ബരീഉ മിനൽ കിബിരി എന്നല്ലേ, അഹങ്കാരത്തിൽ നിന്ന് മുക്തനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം യബ്തുറു മൻ ലഖിയഹു ബിസ്സലാം.
കണ്ടുമുട്ടിയവരോട് അങ്ങോട്ട് സലാം പറയും. സലാം പറയൽ സുന്നത്താണ്, മടക്കൽ നിർബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടിയ ആളുകളോട് അങ്ങോട്ട് സലാം പറയുകയാണ്. അപ്പൊ ഒരാളോട് സലാം പറഞ്ഞാൽ അത് അയാളെ ഇഷ്ടം നേടിത്തരുന്ന ഒന്നാണ്. മറ്റൊന്നെന്താണെന്നറിയുമോ? അയാൾക്ക് ഏറ്റവും പിരിശമുള്ള ഇഷ്ടമുള്ള പേര് ചൊല്ലി വിളിക്കുക. ഒരാൾ അയാളെ സംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരുണ്ടാകും, ഓമന പേര്. ആ പേര് ചൊല്ലി വിളിച്ചാൽ അയാളെ ഹൃദയത്തിൽ നമ്മോട് താല്പര്യം ജനിക്കും, സ്നേഹമുണ്ടാകും. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു കാര്യം, സദസ്സിൽ അയാൾക്ക് ഇടമൊരുക്കി കൊടുക്കുക. ജനങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നാൽ അയാളെ വിളിച്ച് അവിടെ ഇരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഒരാളെ ഖൽബിൽ നമ്മോട് സ്നേഹം ജനിക്കും എന്ന് സ്വഹാബികളിൽ പലരും പറഞ്ഞതു കാണാം.